പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ആരോപണം സംസ്ഥാന ഭരണത്തിൽ ഗവർണർ കൈകടത്തുന്നു, അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തെ ഹൈജാക്ക് ചെയ്യാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ കാര്യം ഒരു പകുതി വരെ ശരിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് MG സർവകലാശാലയിലെ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. 19 പേരെയും തീരുമാനിച്ചത് ഗവർണർ തന്നെയായിരുന്നു. മാത്രവുമല്ല, ഈ 19 പേർക്കും സംഘപരിവാർ ബന്ധമുണ്ട് എന്നാണ് CPIMൻ്റെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയുമൊക്കെ ആരോപണം. ഒരു പരിധിവരെ കോൺഗ്രസും അത് ശരിവെക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണറുടെ അധികാരത്തിൽ കൈകടത്താനാകില്ല എന്നാണ്. ഗവർണർ കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ്. പ്രത്യേകിച്ചും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ്. അതുകൊണ്ട് ഗവർണറുടെ തീരുമാനത്തെ എങ്ങനെ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും ഇതുതന്നെയായിരുന്നു വിഷയം. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമൊക്കെ അവരുടെ വിയോജിപ്പ് ഗവർണറെ അറിയിച്ചിരുന്നു. കത്തു മുഖേനയും നേരിട്ട് കണ്ടുമൊക്കെ വിയോജിപ്പ് പല ആവർത്തി അറിയിക്കുകയും മാത്രവുമല്ല അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അവരുടേതായ പ്രതിഷേധം ഉയർത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഒരു വിധത്തിലുള്ള വിയോജിപ്പും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നാണ് CPIMൻ്റെ ഏറ്റവും വലിയ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. MG സർവകലാശാലയിലേക്കുള്ള അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിലും ഗവർണർ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു പരാതി. അതും പല തസ്തികകളിൽ പല വിഭാഗങ്ങളിലായ അധ്യാപകരെ നിയമിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഡിഗ്രി പ്രവേശനം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തിരക്ക് പിടിച്ച നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ പല സ്ഥലങ്ങളിലായി ഗവർണർ ഇടപെട്ടുകൊണ്ട് ചില നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പുതിയ ആരോപണമായി ഉയർന്നു വരുന്നത്. അതിനെല്ലാം ഉപരിയായി RSSൻ്റെ അധ്യക്ഷ പദവിയിലുള്ള ആൾ കേരളം സന്ദർശിക്കാനെത്തിയപ്പോഴേക്കും VCമാർ അദ്ദേഹത്തെ കാണാൻ പോയി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അങ്ങനെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ഗവർണർ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ തരത്തിലുള്ള പരാതികളാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇതേ പരാതികൾ കോൺഗ്രസിനുണ്ടെങ്കിൽ തന്നെയും കോൺഗ്രസ് തൽക്കാലം മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും താൽക്കാലിക VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ തരത്തിലുള്ള വ്യവഹാരങ്ങളാണ് ഹൈക്കോടതിയിലും മറ്റുമൊക്കെ നടന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്, നിരീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അനധികൃതമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള പരാതികൾ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരും, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ. കാരണം പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഗവർണറുടെ നീക്കങ്ങളെ എതിർക്കുകയാണ്. ചില സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഗവർണർ നടത്തുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഒപ്പം അതിന് പിന്തുണ നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ കൈത്താങ്ങായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പരാതി. ഇതെല്ലാം പരാതികളായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഗവർണർ തന്നെ വിളിച്ചു ചേർത്തത്. അത് മറ്റൊരു പ്രധാന വിഷയമായി മാറുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തുള്ള വിവിധ ഏജൻസികളുടെ യോഗമാണ് ഗവർണർ വിളിച്ചതെന്ന് പറയപ്പെടുന്നു. യോഗാ ദിനം സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അത് എല്ലാവരും ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. കേരളത്തിലും ഇക്കാര്യത്തിൽ പിന്നോട്ടല്ല. പിന്നെ എന്തിനാണ് ഗവർണർ തന്നെ നേരിട്ട് ഇങ്ങനെ
ഒരു ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ വിളിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. ആ ചോദ്യം പ്രതിപക്ഷ നേതാവ് തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തായാലും തുടക്കത്തിൽ തന്നെ ഗവർണർ സംസ്ഥാന സർക്കാരിനുള്ള ബന്ധം മോശമാക്കണ്ട എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരുമായി വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാൻ മടി കാണിക്കുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം, കേരളത്തിൻ്റെ സഹായങ്ങൾ പലതരത്തിൽ ആവശ്യമാണ്. തുടക്കത്തിൽ തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു വിയോജിപ്പ്, എതിർപ്പ് വാങ്ങിച്ചു കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ യാത്ര അത്ര ശുഭകരമായിരിക്കും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുമില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൗനം പാലിക്കുന്നത്. ഒരു പക്ഷേ ഗാന്ധി സർവകലാശാലയിലാണ് ഈ ഇടപെടൽ നടത്തിയതെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റു സർവകലാശാലകളിലും സെനറ്റിലേക്കുള്ള ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഗവർണറുടെ ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് CPIMൻ്റെ വലിയ ആരോപണം. പ്രത്യേകിച്ചും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളുമൊക്കെ ഒരു വിഷയമാക്കി മാറ്റുകയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ. അതേസമയം യൂത്ത് കോൺഗ്രസോ KSU ഒന്നും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ അവർ മൗനം പാലിക്കുകയുമാണ്. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഗവർണറുടെ ഇടപെടലുകളെ ഒരു വിഷയമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ CPIMൻ്റെ നീക്കം. അതിലൂടെ അവർ ചിലത് പറഞ്ഞു വയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട്. BJPയുമായും അല്ലെങ്കിൽ RSSുമായുമൊക്കെ സംസ്ഥാന സർക്കാരിന് വലിയ ബന്ധമുണ്ട്, ഒപ്പം തന്നെ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പാർട്ടി നേതൃനിരയിലുള്ള ചില നേതാക്കന്മാരും കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വാക്കുകൾ ഇങ്ങനെയാണ്, അതായത് വിജയിച്ചത് കോൺഗ്രസ് ആണെങ്കിലും ഭരിക്കുന്നത് BJP ആണെന്ന്. ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഈ മന്ത്രിസഭയുടെ തുടക്കത്തിലെ തന്നെ CPIM ആരോപണമായി ഉയർത്തുകയാണ്. കോൺഗ്രസിനാകട്ടെ അത്തരത്തിലുള്ള ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നതുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ബഡ്ജറ്റിന് ശേഷമൊക്കെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് നമ്മുടെ സർവകലാശാലകളിൽ പലയിടങ്ങളിലും ഉള്ളത്. അവരെ മാറ്റണം. അതുമായി ബന്ധപ്പെട്ട സെനറ്റും സിൻഡിക്കേറ്റിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ഭൂരിപക്ഷം നേടേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ബുദ്ധിപരമായി നീങ്ങാം എന്നായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് ആലോചിക്കുന്നത്.